വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്ന് നമുക്കൊരു മോര് കറി വെക്കാം. അപ്പോൾ മോര് കറിക്ക് വേണ്ടിയിട്ട് ഞാൻ പച്ചക്കായിട്ടിട്ടുള്ള മോര് കറിയാണ്. അപ്പോൾ ഞാൻ കായ് മഞ്ഞളും മുളകും മറ്റേ ഉപ്പും പച്ചമുളകും ഇട്ടൊന്ന് കുക്കറിൽ വേവിച്ച് വെച്ചിട്ടുണ്ട്. പിന്നെ ഞാനത് നല്ല കട്ട തൈരും തേങ്ങയും കൂടി മിക്സിയിൽ അരച്ച് വെച്ചതാണ്. നമുക്കൊരു മോര് കറി ഉണ്ടാക്കിയാലോ? ഓക്കെ, ഗ്യാസ് കത്തിച്ചു. ഞാൻ വേവിച്ച് വെച്ച കേട്ടോ, മഞ്ഞളും മുളകും ഉപ്പൊക്കെ ഇട്ടിട്ട് പച്ചക്കായില്ലേ വേവിച്ച് വെച്ചു. ചൂടാട്ടെ. നമ്മൾ പച്ചക്കായി ആദ്യം ഞാൻ വേവിച്ച് വെച്ചതാണ്, അത് ഒന്ന് ചൂടായി. ഇതിലേക്ക് നമുക്ക് തൈരും തേങ്ങയും കൂടി അടിച്ചു വെച്ചതാണ്. ഏറ്റവും സിമ്പിളായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം, ഏറ്റവും സിമ്പിൾ എന്ന് പറഞ്ഞാൽ എന്താ പറയുക, ഏറ്റവും എളുപ്പം. എത്ര തിരക്കുള്ളവർക്കും ഒക്കെ ഒരു കറി പെട്ടെന്ന് ഉണ്ടാക്കണം എന്നുണ്ടെങ്കിൽ ഏറ്റവും എന്താ പറയുക, കുറേ സാധനങ്ങളൊന്നും ഉപയോഗിക്കാണ്ട് പെട്ടെന്ന് ചെയ്തെടുക്കാൻ പറ്റുന്ന ഇതൊന്ന് തിളച്ച് പൊങ്ങി വരട്ടെ. അധികം തിളപ്പിക്കരുത്, കാരണം നമ്മൾ തൈരോ മോരോ ഒഴിച്ച സംഭവം അധികം തിളപ്പിക്കരുത് എന്നാണ് പറയുക. അതുകൊണ്ട് ഇതൊന്ന് പൊങ്ങി വരുമ്പോൾ നമുക്കിത് ഓഫാക്കാം. അപ്പോൾ നമ്മളെ തിളച്ച് പൊങ്ങി വന്നിട്ടുണ്ട്. നമുക്ക് ഓഫ് ചെയ്യാം. പിന്നെ നമ്മൾ ഈ മൺചട്ടി ആയതുകൊണ്ട് തന്നെ കുറച്ചുകൂടി നേരം ഇങ്ങനെ തിളച്ചു കൊടുക്കും. കണ്ടോ, ഓഫ് ചെയ്ത് നമ്മളുടെ മോര് കറി ഏകദേശം. ഇനി ഇതിലേക്കൊന്ന് നമുക്ക് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് ഒന്ന് കടുകും മുളകും ഇതാക്കിയിട്ട്, അടുകല്ലോ ഞാൻ ഉപയോഗിക്കാറ് ഉലുവയാണ്. ഞാൻ മോര് കറി വെക്കുമ്പോൾ ഉലുവയാണ് ഉപയോഗിക്കുക. ചിലർ കടുക് ഉലുവയും മിക്സ് ചെയ്ത് ഉപയോഗിക്കുന്നവരുണ്ട്, ചിലർ കടുക് മാത്രം ഉലുവ മാത്രം. അതൊക്കെ ഓരോരുത്തരും ഓരോ സ്റ്റൈലിനനുസരിച്ചാണ് ചെയ്യാറ്. ഞാൻ പൊതുവെ ഉലുവയും മുളകും കുറച്ച് കറിവേപ്പിലയും ഞാൻ ഒരു പാൻ വെച്ചിട്ടുണ്ട്. എണ്ണ ചൂടാവുമ്പോൾ നമുക്ക് ഉലുവ ഇടാം. അപ്പോൾ ഞാൻ എണ്ണ ഒഴിച്ചു, അതിലേക്ക് കുറച്ച് ഉലുവ ഇട്ടിട്ടുണ്ട്. ഉലുവ പൊട്ടി വന്നിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് വറ്റൽ മുളക് ഇടാം. ഇതിൻ്റെ കൂടെ കുറച്ച് കരിവേപ്പില ഇടണം. പക്ഷെ കരിവേപ്പില എൻ്റെ അടുത്തുള്ളത് കുറച്ച് ഉണങ്ങിയിട്ടുണ്ട്, അതുകൊണ്ട് ഞാൻ കരിവേപ്പില ഇടുന്നില്ല. പക്ഷെ ഇതിൻ്റെ കൂടെ കരിവേപ്പില ഇടണം. ഓക്കെ, നമ്മളെ കടുകും മുളകും ഇതായിട്ടുണ്ട്. നമുക്ക് ഇതിലേക്ക് ഒഴിക്കാം.
അപ്പോൾ നമ്മളെ മോരുകറി റെഡി ആയിട്ടുണ്ട്. ഇതാണ് നമ്മളുടെ പച്ചക്കായി ഉള്ള മോര്. തൈരായിരുന്നു, പാക്കറ്റ് തൈര് വാങ്ങിച്ചതായിരുന്നു. അപ്പോൾ തൈരും തേങ്ങയും കൂടി മിക്സിയിൽ അരച്ച് കായി ഞാൻ ആദ്യം മുളകും മഞ്ഞളും ഉപ്പൊക്കെ ഇട്ട് കുറച്ച് പച്ചമുളകും ഇട്ട് വേവിച്ച് വെച്ചതാണ്. അതിൻ്റെ അകത്തേക്ക് ഇത് നമ്മളെ അരപ്പ് ഒഴിച്ച് ഒന്ന് പൊങ്ങി വരുമ്പോൾ ഓഫ് ചെയ്യുക ഗ്യാസ്. എന്നിട്ട് ഉലുവ, മുളക്, കുറച്ച് കരിവേപ്പില ഇടണം. ഞാൻ ഇവിടെ കരിവേപ്പില ഇട്ടില്ല, എൻ്റെ കുറച്ച് ഉണങ്ങി കിടക്കുന്നുണ്ട്, അതുകൊണ്ട് ഞാൻ കരിവേപ്പില ഇട്ടില്ല. ഇതിൻ്റെ കൂടെ കരിവേപ്പില ഇട്ട് കഴിഞ്ഞാൽ നല്ല ടേസ്റ്റുള്ള മോര് കറി. ഇതാ അപ്പം എൻ്റെ മോര് കറി റെഡി. പച്ചക്കായ കൊണ്ടുള്ള മോര് കറി റെഡി. നമുക്ക് അതിൻ്റെ കൂടെ കൂട്ടാൻ വേണ്ടിയിട്ട് ഒരു പപ്പടം കൂടി കാച്ചി. പാൻ വെച്ചിട്ടുണ്ട്. പാനൊന്ന് ചൂടാവട്ടെ കേട്ടോ. പാനൊന്ന് ചൂടാവട്ടെ. പാനൊന്ന് ചൂടാകുമ്പോൾ നമുക്ക് ഓയിൽ ഒഴിക്കാം. ഓയിൽ ഒഴിച്ചു. ഓയിലൊന്ന് നല്ലോണം ചൂടാവട്ടെ. ഏകദേശം നമ്മൾ ഓയിൽ ചൂടായി വരുന്നുണ്ട്. അപ്പോൾ നമുക്കിത് പപ്പടം ഇട്ടെടുക്കാം. ഇത് അത്ര അങ്ങനെ പൊങ്ങുന്ന പപ്പടമൊന്നുമല്ല കേട്ടോ. ഇങ്ങനെ പൊങ്ങി വരുന്ന പപ്പടമല്ല. ഒരു നോർമലി കുഴപ്പമില്ലാത്തൊരു പപ്പടമാണേലും വലിയൊരു നല്ലതാണെന്ന് എനിക്ക് തോന്നിയിട്ടില്ല. ചില പപ്പടം ഭയങ്കരമായിട്ട് നല്ലോണം പൊങ്ങി വരില്ലേ അല്ലേ? പക്ഷെ ഇതങ്ങനെ പൊങ്ങുന്നില്ല. ഒരു നോർമലി കുഴപ്പമില്ലാത്തൊരു പപ്പടം നല്ലാണ്ട് ഇങ്ങനെ പൊങ്ങി വരുന്നു.
നമ്മളെ മോര് കറിയായി. ഇനി നമുക്ക് ഒരു ഓംലേറ്റ് കൂടി അടിച്ചാലോ? നമുക്ക് ഒരു ഓംലേറ്റ് കൂടി അടിക്കാം. പാനൊന്ന് ചൂടാവും. ചൂടാകുമ്പോൾ നമുക്ക് കുറച്ചൊന്ന് എണ്ണ ഒഴിച്ചു. ഞാൻ എടുത്തു, അതിലൊന്ന് എണ്ണ നിരക്കി കൊടുത്തു. ഇനിയിപ്പോൾ പാനിൽ എണ്ണയും കൂടി ഒന്ന് നല്ലോണം ചൂടാവും. എന്നിട്ട് ഞാൻ മുട്ടയെടുത്ത് കുറച്ച് ഉള്ളി, പച്ചമുളക് മാത്രമേ, ഉള്ളിയും പച്ചമുളകും ഉപ്പിട്ട് കലക്കി വെച്ചിട്ടുണ്ട്. ഇതിലും കുറച്ച് കരിവേപ്പില ഇടണം. കരിവേപ്പില ഞാൻ പറഞ്ഞത് എൻ്റെ കുറച്ച് ഉണങ്ങി കിടക്കുന്നതുകൊണ്ട് ഞാൻ മോര് കറിയിലും ഇതിലും ഉപയോഗിച്ചിട്ടില്ല. എല്ലാവരും മോര് കറി ഉണ്ടാക്കുമ്പോഴേക്കോട്ടെ നമുക്ക് കരിവേപ്പില കുറച്ചിട്ടാൽ തന്നെ ടേസ്റ്റ് ഉണ്ടാവും. ഇല്ലെങ്കിലും ടേസ്റ്റിനൊന്നും ഒരു മാറ്റം ഉണ്ടാവില്ല. പക്ഷെ കരിവേപ്പിലേൻ്റെതായിട്ടുള്ള ഒരു ടേസ്റ്റ് കൂടി വരുമ്പോൾ കുറച്ചുകൂടി ടേസ്റ്റ് ഉണ്ട്. നമുക്ക് ഒഴിക്കും. അപ്പം നമ്മൾ ഒറ്റയ്ക്ക് ഒരു ചെറുങ്ങനെ പപ്പടം കാച്ചി, നമ്മൾ പച്ചക്കായിട്ടൊരു മോര് കറി ഉണ്ടാക്കി, ഒരു ഓംലേറ്റ് കൂടി. പിന്നെ ഞാൻ രാവിലെ ഒരു കറിയും കൂടി ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഇതാണ് ഞങ്ങളുടെ ഇന്നത്തെ ഉച്ചക്കത്തെ ഫുഡ്. ഒരു കറി കൂടി രാവിലെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അതിൻ്റെ വീഡിയോ എടുക്കാൻ പറ്റിയില്ല. ഇന്നിപ്പോൾ എല്ലാവർക്കും സൺഡേ ഒക്കെ ആയതുകൊണ്ട് ചിക്കനും മട്ടനും മീനും ഒക്കെ ആയിരിക്കും. ഞങ്ങൾക്ക് മീനൊന്നും കിട്ടിയിട്ടില്ല. ഒന്നാമതുകൊണ്ട് വെച്ചാൽ ഹസ്ബൻഡ് ഇവിടെ ഇല്ല. അതുകൊണ്ട് മീനൊന്നും വാങ്ങിച്ചിട്ടില്ല. നല്ല സൺഡേ ഇവിടെ എറണാകുളത്ത് ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മീൻകാർ കുറവായിരിക്കും, വരില്ല. ഓക്കെ, അപ്പം നമ്മളെ ഓംലേറ്റ് റെഡി. അപ്പോൾ പച്ചക്കായ കൊണ്ടുള്ളൊരു മോര് കറി, പപ്പടം, ഓംലേറ്റ് ഉണ്ടാക്കി. ഓക്കെ, അപ്പോൾ ഓക്കെ, എല്ലാവരും ഉച്ചയ്ക്ക് ഫുഡൊക്കെ കഴിക്കുക. എല്ലാവരും നന്നായിട്ട് ഫുഡൊക്കെ കഴിക്കുക. ഓക്കെ, ബൈ. അടുത്ത വീഡിയോ ആയിട്ട് കാണാം.